ബാന്തുങ് അവിടെ നിന്ന് ഞങ്ങൾ ലോക്കൽ ട്രാൻസ്പോർട്ട് കൂടുതലെടുക്കാം, അവരുടെ രീതികളും ഗ്രാമപ്രദേശവും ഒക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാന്തുങ്ങിലേക്ക് ട്രെയിൻ എടുത്തു. ബാന്തുങ്ങിൽ തന്നെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്തോനേഷ്യയിൽ തന്നെ ഒത്തിരി ആക്റ്റീവ് വോൾക്കാനോ ഉള്ള സ്ഥലമാണ്. അതിൽ കൂടുതൽ ആളുകൾ പോകുന്നത് മൗണ്ട് ബ്രോമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ ബാന്തുങ്ങിലൊരു നല്ല രസമുള്ളൊരു വോൾക്കാനോ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മണ്ട വരെ ഡ്രൈവ് ചെയ്ത് പോകാം. ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിലും കുറേ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ലാവ പോലെ വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ചില സ്ഥലങ്ങളിൽ കാണും ഇങ്ങനെ മുട്ട പുഴുങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മുട്ട എടുത്ത് വെക്കും, എന്നിട്ട് പുഴുങ്ങിയിട്ട് അത് ടൂറിസ്റ്റ് കൊടുക്കുക. അങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ട്. ഞങ്ങൾ നേരെ ഈ ആക്റ്റീവ് വോൾക്കാനോയുടെ മുകളിൽ പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അവരുടെ രീതിയിൽ ആഹാരം എല്ലാം കഴിച്ച് അവരുടെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച്, അവർ എന്തോ ചൂട് ചായ പോലത്തെ സാധനമൊക്കെ കുടിച്ച്, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് യോഗ്യകാർത്തയാണ്. യോഗ്യകാർത്ത വളരെ ഫേമസ് ആണ് ഇന്തോനേഷ്യയിൽ. ഇത് ജാവ ഐലൻഡാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ തന്നെ ഒരു ഫേമസ് ഐലൻഡ് ഏരിയയാണ് ഈ യോഗ്യകാർത്ത. ബിക്കോസ് ബോറോബുദ്ധൂർ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഇവിടെയാണ്. അങ്ങനെ ഒത്തിരി കാണാൻ ഉള്ള കാഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ യോഗ്യകാർത്തയിൽ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ ഇൻഡിപെൻഡൻസിൻ്റെ തീം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം അവരുടെ എല്ലാ കൾച്ചറൽ കാര്യങ്ങളും ഓരോ ഗ്രാമത്തു നിന്നും ആളുകൾ ആ സമയത്ത് സിറ്റിയിൽ വന്ന് അവരുടെ പെർഫോമൻസ് ചെയ്യുക, അവരുടെ ട്രഡീഷണൽ ഡാൻസ്, പാട്ട്, അവരുടെ ഒരു തരം നമ്മുടെ ഒരു കളരി പോലെ പക്ഷെ വേറൊരു രീതിയിൽ ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ട്. പിന്നെ അവരുടെ ഗെമിലാൻ എന്ന് പറഞ്ഞ മ്യൂസിക്, അത് ഗെമിലാൻ മ്യൂസിക് എന്ന് പറയുന്നത് കൂടുതലും എന്തെങ്കിലും സെറിമണിയിലാണ് അവർ പൊതുവെ ചെയ്യാറ്. ഗെമിലാൻ മ്യൂസിക് കുറച്ചും കൂടി ബാലി സൈഡിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം അത് അമ്പലങ്ങളിൽ അങ്ങനത്തെ സ്ഥലത്താണ് ചെയ്യുന്നത്. അത് പിന്നെ ഇന്തോനേഷ്യയിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പെർഫോമൻസ് വന്നെന്ന് മാത്രം. പിന്നെ നമ്മുടെ കാറ് മലേഷ്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണല്ലോ നമ്മൾ ഇന്തോനേഷ്യ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതുകൊണ്ട് അധികം സമയം എക്സ്പ്ലോർ ചെയ്യാനും ഇല്ല. അത് കാരണം കാലിമന്താൻ ഐലൻഡ് വളരെ കുറച്ചേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം കാലിമന്താനിൽ പോകണം എന്നുള്ളത് ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ എൻ്റെ ഒരു ഡ്രീമാണ് ഇക്വേറ്ററിലൊന്ന് പോകണം. അപ്പോൾ അങ്കിൾ പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന ഇന്തോനേഷ്യയിൽ 2 ഐലൻഡ് ഉണ്ട്. സുമാത്രയിലും ക്രോസ് ചെയ്യും, കാലിമന്താനിലും ക്രോസ് ചെയ്യും. സോ കാലിമന്താനിൽ പോകേണ്ട ഒരു റീസൺ വെച്ചാൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഈ കാലിമന്താൻ സൈഡിലാണ്, ഈ ബോർണിയോ ഐലൻഡിൽ തന്നെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാലിമന്താനിൽ പോയി വളരെ കുറച്ച് സമയം കൊണ്ട് ഇക്വേറ്ററിൻ്റെ സ്ഥലം കണ്ടു. ജസ്റ്റ് അവിടെയുള്ള ലോക്കൽ കാര്യങ്ങൾ, അതൊരു വളരെ ട്രോപ്പിക്കലായൊരു ഏരിയയാണ്. പക്ഷെ അതിനേക്ക് നമ്മൾ വളരെ സമയപരിമിതി മൂലം ഞങ്ങൾക്ക് തിരിച്ച് ബാലിയിലേക്ക് വരേണ്ടി വന്നു. പിന്നെ ബാലി എന്ന് പറയുമ്പോൾ ഇതുവരെ കണ്ട ഇന്തോനേഷ്യയിൽ നിന്ന് കംപ്ലീറ്റ് വ്യത്യാസം. അതൊരു വേറൊരു രാജ്യം പോലെ തന്നെ തോന്നും. കാര്യം എല്ലാ കാര്യത്തിലും അവർ വളരെ ഇലാബറേറ്റ് ആണ്. ഇപ്പം നമ്മുടെ തെങ്ങിൻ്റെ ഓല എടുക്കുകയാണെങ്കിൽ അവർ ഓല കൊണ്ട് കാണിക്കുന്ന കസരത്തുകൾ എന്ന് പറഞ്ഞാൽ കുരുത്തോല എടുത്തിട്ട് അതൊരു ബോക്സ് പോലെയാക്കി അവരുടെ അമ്പലത്തിൻ്റെ ഓരോ ക്ഷേത്രത്തിൽ പോകണമെങ്കിലും കുറേ റിച്വൽസാണ്. ഇതിൻ്റെ ഒരു ബോക്സ്, അതിനകത്ത് പല കളർ പുഷ്പങ്ങൾ, അതിനകത്ത് കുത്തി നുറുക്കിയിട്ട ഇലയുണ്ട്, പൂക്കൾ. ആദ്യം അതിനൊരു കണക്കുണ്ട്. ആദ്യം സൂര്യഭഗവാൻ അർപ്പിക്കും, പിന്നെ ഓരോരോ ഫ്ലവർ കുറച്ച് തലയിൽ വെക്കുക. ഇത് ആദ്യമായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒന്നും അറിയില്ല. അതും ഇവർക്ക് 7 വളരെ വിശിഷ്ടമായ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എല്ലാ ടൂറിസ്റ്റിനും എൻട്രി കിട്ടത്തില്ല. അവിടെ പോകണമെങ്കിൽ തന്നെ പ്രത്യേകതരം ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡും ലോക്കലും ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പോകണം എന്നുണ്ടെങ്കിൽ ഒരു പ്രീസ്റ്റിനെയും ഒരു ഓഫറിങ്ങും കൊണ്ടുവന്ന കണക്ക്. അപ്പം ഈ എലാബറേറ്റ് വർക്കിനെ കുറിച്ച് പറയുമ്പം ഇത് ഇവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. നമ്മൾ ഒരു പഴയ അമ്പലത്തിൽ പോവാണ്, അവിടുത്തെ കൊത്തുപണി തന്നെ കാണണം. തടിയിലാണേലും അവരുടെ കല്ലിലാണേലും ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട് നേപ്പാളിൽ തടിയിലാണെങ്കിൽ ഇവർ കല്ലിൽ എക്സ്പേർട്സാണ്. തനാലോട്ട് എന്ന് പറഞ്ഞൊരു വളരെ ഫേമസ് ആയ ക്ഷേത്രമുണ്ട്. അത് ഈ കടലിനകത്ത് ഒരു 3 ഏക്കറുള്ളൊരു വലിയ പാറയുണ്ട്. അതിൻ്റെ മുകളിലാണ് ക്ഷേത്രം. സോ തനാലോട്ട് എന്ന് പറയുന്നത് ആദ്യം ഒരു രണ്ട് സ്ഥലം വരെ പോകും. ഒന്ന് വേലിയേറ്റത്തിന് മുന്നേ വരെ ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ വേലിയേറ്റം കഴിഞ്ഞാൽ നമുക്ക് ആ കല്ലിലോട്ട് കയറി പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കങ്ങ് നടന്നങ്ങ് പോകാവുന്നേ ഉള്ളൂ. അതിനകത്തൊരു ചെറിയ ഒരു തീർത്ഥജലം വരുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലാ ബാലിയിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഒരു കെട്ട്
പുല്ല് ഉണങ്ങിയതുപോലെ ഇരിക്കും. ഇങ്ങനെ മേൽക്കൂര കറുത്തുണങ്ങിയ ഒരു ഇതാണ്. പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ്, അത് കാണാൻ തന്നെ. അത് 2-3 ലെയറാണ്. ഇത് പബ്ലിക്കിന് കാണാൻ പറ്റില്ല. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പോയപ്പോൾ നമ്മളും അവരും തമ്മിൽ വലിയ കാഴ്ചയിൽ വ്യത്യാസമില്ല. നമ്മൾ അതുപോലെ അങ്ങ് കയറിപ്പോയി. ഞങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു എന്നും ഓർക്കാൻ പറ്റുന്ന കാര്യം തനാലോട്ടിൻ്റെ മുകളിൽ വളരെ കുറച്ച് ആളുകൾക്ക് ആ സമയത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കാണാൻ പറ്റുള്ളൂ. മിക്ക ടൂറിസ്റ്റുകാരും വരുന്നത് ഇപ്പുറത്ത് നിൽക്കുക, കണ്ട് ഫോട്ടോ എടുത്ത് പോവുക, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ബാലിയിൽ നിന്ന് ഉടനെ തിരിച്ച് മലേഷ്യയിലോട്ട് വരണം. ബിക്കോസ് ഞങ്ങളുടെ ഷിപ്പ് വന്നിട്ട് നമുക്കൊരു കുറച്ച് ഡിറ്റൻഷൻ ടൈമുണ്ട്. മേ ബി 14 ഡേ ഡിറ്റൻഷൻ പീരീഡ് അല്ലെങ്കിൽ 5 ഡേ ഡിറ്റൻഷൻ പീരീഡ്. പക്ഷെ അതിലെ കാര്യം എന്ന് വെച്ചാൽ 14 ഡേ ഒന്നുകിൽ കണ്ടെയ്നർ മാത്രം, പോർട്ടിന് 5 ഡേയ്സ്. നമ്മളിങ്ങനെ ഓരോ ടെക്നിക്കാലിറ്റീസ് അറിഞ്ഞിരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മളും ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മടങ്ങി വന്നു. അവിടെ വന്നപ്പോൾ അവിടെയും കുറച്ച് ഇഷ്യൂസ് വന്നു. അങ്കിളുടെ ഹാർട്ടിൻ്റെ കുറേ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കുറേ വന്നിരുന്നു. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഉള്ള മരുന്ന് തന്നെയാണ്, ബാക്കിയെല്ലാം ഉണ്ട്, അങ്ങനത്തെ കാർഡിയോ മെഡിസിൻസാണ്. പക്ഷെ അത് വെച്ചിട്ട് ഫൈനായി. പിന്നെ ഡെമറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ആയി എന്ന് പറഞ്ഞ് ഫൈനായി. അങ്ങനെ കുറേ ഫൈൻ വരും. പിന്നെ അത് സോൾവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറേ കാര്യങ്ങൾക്ക് ശേഷം ഞങ്ങൾ വണ്ടി പുറത്തെടുത്തു. പിന്നെ ഞങ്ങൾ മലേഷ്യയിലേക്ക് പോവാണ്. മലേഷ്യയിൽ ഞങ്ങൾ ആദ്യം താൻ ഹ്യോ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയ ടെമ്പിൾ ഉണ്ട്. അത് കോലാലംപൂരിൽ തന്നെ. അവിടെ ബേസിക്കലി അത് ചൈനീസ് ടെമ്പിളാണ്. എന്നാൽ പോലും എല്ലാ റിലീജിയൻ്റെയും ഓരോ എലമെൻറ്റ് കൂട്ടിയിട്ട് ഒരു വലിയൊരു 6 നിലയുള്ള, എനിക്കൊന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾസ് ആണത്. അതിൽ വേറൊരു രീതി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അവിടെ വെൽക്കമാണ്. അവിടെ ഡ്രസ് കോഡില്ല, എല്ലാ മതവിശ്വാസികളും വരും. അതൊരു ഹാർമണിയുടെ, ഒരു യൂണിറ്റിയുടെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്നൊരു അമ്പലം. പിന്നെ ഞങ്ങൾ താമസിച്ചത് കോലാലംപൂർ സിറ്റിയിൽ തന്നെ ബുക്കിറ്റ് ബിൻതാങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുക്കിറ്റ് ബിൻതാങ്ങിൽ തന്നെയാണ് കൂടുതലും നിന്നത്. കോലാലംപൂരിൻ്റെ സ്ഥലങ്ങൾ കാണുകയും ബുക്കിറ്റ് ബിൻതാങ്ങിൽ തിരിച്ചു വന്നിക്കുകയും. ആ സമയത്താണ് ഞങ്ങൾക്ക് സിംഗപ്പൂർ പോകാൻ ഒരു ചാൻസ് തന്നെ. പക്ഷെ സിംഗപ്പൂർ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാതായി തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പനി പിടിച്ചു സിംഗപ്പൂരായപ്പോൾ. അതേ സമയത്ത് നമ്മളവിടെ ജയകുമാർ സാർ എന്ന് പറഞ്ഞിട്ട് ഹൗസ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് സിംഗപ്പൂർ ഒരു ബ്രാൻഡുണ്ട്, നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് മസാലയൊക്കെ. ആ സാറ് ഞങ്ങളെ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നെങ്കിൽ പോലും വളരെ ഈസിലി കണക്ട്. അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി. നമ്മുടെ വയ്യാതെയൊക്കെ ഇരുന്നപ്പോൾ ഒരു സമയത്ത് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പൊക്കോണ്ടിരുന്നപ്പം അങ്കിളിന് ബ്രീത്തിങ് പ്രശ്നം വന്നു. അപ്പോൾ അങ്കിള് പറഞ്ഞു ഒന്ന് വണ്ടി നിർത്തണം. പക്ഷേ ഇവരുടെ ഹൈവേ ഒരു ഓവർലി റൂൾസ് ഫോളോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവിടെ എല്ലായിടത്തും നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്കിൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഫ്രഷ് എയർ കിട്ടണം, നമുക്കൊന്ന് വണ്ടി നിർത്താമെന്ന് വെച്ചു. അപ്പോൾ ജയകുമാർ സാർ വണ്ടി നിർത്തി. 2 പേര് ജയകുമാർ എന്ന് പറഞ്ഞാൽ ജയകുമാർ സാർ വണ്ടി നിർത്തി. അപ്പോൾ അങ്കിൾ പുറത്തോട്ട് ഇറങ്ങി. വണ്ടി നിർത്തി ഇറങ്ങി അങ്കിൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ബ്രീത്ത് ചെയ്തപ്പോൾ തന്നെ ബാക്കിൽ പോലീസ് വന്ന് നിർത്തി. ബൈക്കിൽ പോലീസ് വന്ന് വെച്ചു എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് ഇച്ചിരി ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തിയത്, കുറച്ച് ഫ്രഷ് എയർ കൊണ്ടാൽ ശരിയാവും പറഞ്ഞു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആംബുലൻസ് വിളിക്കട്ടെ, ആംബുലൻസ് വിളിച്ച് നമുക്ക് അഡ്മിറ്റ് ആകാം, കൊണ്ടുപോകാം. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ശരിയായി, ഞങ്ങളങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ തൊട്ട് ഇച്ചിരി ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ സിംഗപ്പൂർ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തില്ല. അവിടെ ഞങ്ങൾക്ക് ചെറിയ 2-3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു, 2-3 ഗ്യാതറിങ്സ് ഉണ്ടായിരുന്നു. ഈശ്വനിൽ അവിടെ ഒരു മാരിയമ്മൻ ടെമ്പിളിൽ പോയി. അങ്ങനെ 2-3 ലോക്കലായിട്ടുള്ള കാര്യങ്ങളിലായി. ക്ലെമന്റൈനിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെയും MRTയിലൊക്കെ ആണ് കൂടുതലും ട്രാവൽ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് മലേഷ്യയിൽ പോയി. അപ്പം മലേഷ്യയിലെത്തിയപ്പോൾ അങ്കിളിന് നല്ല ബുദ്ധിമുട്ടായി. അപ്പോൾ ഞങ്ങളൊരു നെബുലൈസർ, ഞങ്ങളുടെ ഡോക്ടറുണ്ട് അമൃത ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഹെഡാണ് ഡോക്ടർ രാജേഷ് സാറിനെ ഇൻഫോം ചെയ്തു, സാർ അങ്കിളിന് ഇങ്ങനെ ബ്രീത്തിങ് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ പറഞ്ഞു നമുക്കൊരു നെബുലൈസേഷൻ വെച്ച് ചെയ്താൽ ഇത് വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ നെബുലൈസേഷൻ്റെ സാധനം വാങ്ങാൻ ഇതൊരു 10-11 മണിയായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ആളുകളെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ യൂഷ്വലി ചെന്ന് ആളുകളെ അറിയാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ലോക്കൽ മലയാളി ഹെൽപ്പറിന് അവിടെ ഒരു മലയാളി ഡോക്ടറുണ്ട്, പക്ഷെ അവർ നാട്ടിൽ പോയി. പിന്നെ നമുക്ക് ആരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുള്ള ഫ്രണ്ട്സ് എല്ലാവരും ആ സമയത്ത് നാട്ടിൽ പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി ബേസിക്കലി ഒരു നെബുലൈസേഷൻ്റെ ഡിവൈസ് വാങ്ങിക്കണം, നെബുലൈസർ വാങ്ങണം. അത് വാങ്ങണമെങ്കിൽ ആദ്യം പാസ്പോർട്ട് കൊടുക്കണം, എല്ലാ ഇൻഫർമേഷനും കൊടുക്കണം. ഇവിടുത്തെ നമുക്കൊരു 2000-2500 രൂപയുടെ സാധനം അവിടെ ഒരു 7000 രൂപയാണ് അതിൻ്റെ സാധനം മാത്രം. പിന്നെ അതിൻ്റെ ആംപ്യൂൾ വാങ്ങിക്കണം. ആംപ്യൂൾ അവിടെ കിട്ടില്ല, അടുത്ത ഫാർമസിയിൽ പോകണം. ആൻഡ് ഫാർമസിയിൽ പോയി ആംപ്യൂൾ അന്വേഷിച്ച് അതും എല്ലാം കൂടെ ഒരു 10-15,000 രൂപയായി. ആൻഡ് അവിടെ വെച്ച് നല്ല ആശ്വാസമായി. പക്ഷേ ഇച്ചിരി ബെറ്റർ ആയിട്ട് തന്നെ പിന്നെയും
പെട്ടെന്ന് അങ്കിളിന് വയ്യാതെ. അപ്പം നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറിന് വാ ഇന്ത്യയിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. അങ്കിൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അങ്കിളിൻ്റെ CRTD എന്ന് പറഞ്ഞ മെഷീനുണ്ട്. ആ മെഷീൻ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ രാജേഷ് സാർ പറഞ്ഞു ഇതിന് 3 months വാലിഡിറ്റി കാണിക്കുന്നുള്ളൂ. നോർമൽ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് ലൈഫ് തരുന്ന ഒരു മെഷീൻ അതിന് 3 മാസമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും പറയാം നമുക്ക് എടുത്ത് പുതിയ മാറ്റി വെക്കാം എന്നൊക്കെ പറയുമല്ലോ. അങ്കിൾ പറഞ്ഞു 3 മാസം ഉണ്ടോ? അത് കുഴപ്പമില്ല, അതിനുള്ളിൽ ഞാൻ ഓടിച്ച് തിരിച്ചു വന്നോളാം എന്നാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മിറക്കിൾ പേഷ്യൻ്റ് മാതിരി അങ്കിളുടെ ധൈര്യം കണ്ടപ്പോൾ ഡോക്ടറിന് എന്നാൽ ശരി പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലേക്ക് തിരിച്ചു പോവുക ചെയ്ത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. മലേഷ്യയിൽ ഞങ്ങൾ കോലാലംപൂർ കഴിഞ്ഞ് നോർത്തിൽ പെനാങ് വഴി ജോർജ് ടൗണിൽ പോയി. ജോർജ് ടൗൺ ഒരു പഴയ ഹിസ്റ്റോറിക് സെറ്റിൽമെൻ്റ് ആണ്. അവിടെ പണ്ടത്തെ ചൈനീസ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്, തമിഴ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ അവിടെ ഒരു മിക്സ് ഒരു വേറൊരു കൾച്ചറാണ്. അവിടെ യൂഷ്വലി മലയുടെയും ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വേറെ രീതിയിൽ അവിടെ തേങ്ങാപ്പാലിൻ്റെ ബേസിൽ പലതരം കിഴങ്ങുകൾ, കാച്ചിൽ, ഓറഞ്ച്, ചേമ്പ്, അങ്ങനത്തെ വെറൈറ്റി ടൈപ്പ് ഡിഷസ് എല്ലാം കൊണ്ട് വ്യത്യാസം. മെയിൻലാൻഡ് മലേഷ്യ ആയിട്ട് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു മലേഷ്യ അത് കണ്ടു. അവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി. അവിടെ നിന്ന് പിന്നെയും നോർത്ത് പോയി. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തായ്ലൻഡാണ്. തായ്ലൻഡിൽ ഞങ്ങൾ പെർലിസ് എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ട്. അതൊരു ഫോറസ്റ്റ് ബോർഡറാണ്. ഈ പെർലിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കാടാണെങ്കിൽ കൂടിയും ആ ചെറിയൊരു കാടാണ്, ഭയങ്കര തിങ്ങി നിറഞ്ഞ കാട് പോലെയൊന്നുമല്ല. അത് കഴിഞ്ഞ് പക്ഷെ അവിടുത്തെ ഞങ്ങൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്രൈബൽ എൻകൗണ്ടർ ഉണ്ടായി. കാരണം ഞങ്ങൾ തായ്ലൻഡിൽ ഇങ്ങനത്തെ ഒരു ട്രൈബ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ അതിലേ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കാച്ചിലൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഒരു തടി പലകയിൽ കുറച്ച് ഒരു ചേമ്പ് പോലത്തെ എന്തൊക്കെയോ കിഴങ്ങ് ഒക്കെ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ശരിക്കുള്ള അവരുടെ ട്രൈബ്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടില്ലാത്ത ആളുകളെ കാണുമ്പോൾ നമ്മുടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്കൊരിതുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, കറുത്ത മുന്തിരി. അപ്പം ഞങ്ങൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ അത് വേറെന്തോ തിന്നുന്ന സാധനമൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ ഈ കറുത്ത മുന്തിരി കണ്ടിട്ട് ഇവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ കാണിച്ചു കൊടുത്തത് തിന്നുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇഷ്ടമായി. പിന്നെ അവരെല്ലാം കൊണ്ട് അതൊക്കെ കൊണ്ടോടി. അങ്ങനെ നല്ലൊരു പക്ഷെ അവർ തന്ന കിഴങ്ങ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടോ. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങളിത് ചുമ്മാ തന്നതാ, കിഴങ്ങൊന്നും തരണ്ട, ഞങ്ങളൊരു സന്തോഷം തന്നെയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തായ്ലൻഡ് തൊട്ടാണ് വേറെ ചെറിയ ചെറിയ ഷ്രൈൻസ് പോലെ അവിടെ ഈ നമ്മുടെ നാഗസങ്കല്പമൊക്കെ വെക്കൂലേ, അതുപോലത്തെ ഈ കാടിൻ്റെ സൈഡിലാണേ കുറേ നാഗന്മാരെ പോലെ ഇരിക്കും. പക്ഷെ അവർക്ക് പ്രസാദമായിട്ട് വെച്ചിരിക്കുന്ന അത്രയും ഫാൻഡ, 7up അങ്ങനത്തെ കുപ്പികളും അതും സ്ട്രോ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് കൂടി. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഇവിടുത്തെ വല്ല ദൈവങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്കാളും ലക്കെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഈ ക്രാബിയിൽ പോയി. സോ നമ്മൾ ക്രാബിയിൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പോകുന്ന ഒരു സ്ഥലം, ഒരു ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തൊരു ഐലൻഡ് ഉണ്ട്. പിന്നെ അവിടെ കുറേ കടലിൽ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും പോയില്ല. ഞങ്ങൾ കുറച്ചും കൂടെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു, അവിടുത്തെ ലോക്കൽ ഡെലിക്കസീസ് ഒക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോയി. അപ്പം നമ്മൾ തായ്ലൻഡിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ കൂടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ വെസ്റ്റിൽ തിരിച്ചു വരുമ്പോൾ ഫുൾ സർക്യൂട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ ഈസ്റ്റേൺ സൈഡ് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ ബാങ്കോക്കിൽ ചെല്ലുക. ബാങ്കോക്കിൽ നിന്ന് മ്യാൻമാറിൽ പോകണം. അപ്പോൾ ബാങ്കോക്ക് വരെ നമുക്ക് കാർ ഓടിച്ച് പോകാൻ പറ്റും. കാറ് നമുക്ക് അവിടെ വെച്ച് തന്നപ്പോൾ ഞങ്ങൾക്ക് IIPDS എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ പേസ് NGO ഉണ്ട് അവിടെ. അവരുടെ അവിടെ കാറ് നമ്മൾ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മ്യാൻമാറിലേക്ക് പോവുകയാണ്. ഞങ്ങൾ മ്യാൻമാറിൽ നിന്ന് ലാൻഡ് ചെയ്തു, ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് അവിടെ തൊട്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ക്യാബിൽ കയറി ഹോട്ടലിലോട്ട് പോകുമ്പോൾ നോക്കുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും നിറയെ വിളക്ക്, നല്ല വെളിച്ചം, എല്ലാവരും ആഘോഷിക്കുന്ന മാതിരി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു രാജ്യത്തിനെ കുറിച്ചാണോ ആളുകൾ ഇത്ര ഭീകരാവസ്ഥ ആയിട്ടെന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ
ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഇവിടെ എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അവരുടെ ലൈറ്റിംഗ് ഫെസ്റ്റിവലാണ്, അതായത് ശ്രീബുദ്ധൻ ഹെവനിൽ തിരിച്ച് ഭൂമിയിലോട്ട് വരുന്ന ദിവസമാണെന്ന്. അതിന് വെൽക്കം ചെയ്യാൻ, അദ്ദേഹത്തിന് വെൽക്കം ചെയ്യാനാണ് ഇവരെല്ലാവരും വെളിച്ചം കാണിച്ചോട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ല ദിവസം ഞങ്ങൾ വന്നു. പക്ഷെ ഹോട്ടലിൽ ചെന്നപ്പോൾ തൊട്ട് നമ്മുടെ ആരുടെയും ഫോൺ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ വാട്സാപ്പിൽ എത്തി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആളുകളെ കണക്ട് ചെയ്യുന്നതും പറ്റില്ല. അപ്പോൾ എനിക്ക് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത ഈ IIPDSൽ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ മ്യാൻമാറുകാരത്തിയാണ്, സ്വാതിക പറഞ്ഞു നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ VPN ഇൻസ്റ്റാൾ ചെയ്യണം, സിം കാർഡൊന്നും മാത്രം കാര്യമില്ല, VPN ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പുതിയ സിം കാർഡ് ഇടുക. പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാവിലെ തൊട്ട് സിറ്റി കാണാൻ ഇറങ്ങും, ഞങ്ങൾ നടക്കാൻ ഇറങ്ങും. അവിടുത്തെ ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്, ഒരു സാധനം ഒരു കമ്പിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പേരാണ് ടോഷെ. ടോഷെ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ദോശയാണ്. അന്ന് കുറേ ബർമ്മയായിരുന്ന സമയത്ത് കുറേ തമിഴ് മൈഗ്രൻസ് അവിടെ പോയി നമ്മുടെ സൗത്ത് ഇന്ത്യൻ കുറേ കുസീൻസ് അവിടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സാണ്, ഒരു ബ്ലെൻഡാണ്. എല്ലാവരുടെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഉണ്ട്, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ സൈഡിൽ നിന്നുണ്ട്, പിന്നെ ഇമിഗ്രൻസിൻ്റെയും, അങ്ങനെ ഒരു ബ്ലെൻഡായൊരു കൾച്ചറാണ്. ആൻഡ് അവിടുത്തെ ആളുകൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അവർ തനക്കാന്ന് പറഞ്ഞൊരു സാധനം മുഖത്ത് തേക്കും. അത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ചന്ദനം തേച്ചുകൊണ്ട് നടക്കുന്നില്ല, അവർ മുഖത്ത് കയ്യിൽ ഒക്കെ തേക്കും. ചിലർ നല്ല കോട്ടിങ് മാതിരി ഇടും. അപ്പോൾ അവർ പറയുന്നത് ഒരു നാച്ചുറൽ സൺസ്ക്രീനാണ്, മുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾ അവരുടെ മാർക്കറ്റുകളിൽ പോകും. ഞങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ലോക്കൽ മാർക്കറ്റ് ഞങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ അവർ കഴിക്കുന്ന ബാംബൂ ഷൂട്ട്സിൻ്റെ അത് കൂടുതലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയായിട്ട് സാമ്യമുള്ള പല ആഹാരങ്ങളും ഡെലിക്കസിയും കണ്ടു. പിന്നെ ചൈനീസ് ഇൻഫ്ലുവൻസ് അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ ഹോട്ടലിൽ വന്നതിന് ശേഷം ഈ IIPDSലെ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ സാറ് ഞങ്ങളെ കാണാൻ വന്നു. എന്നിട്ട് സാറ് പറഞ്ഞു നമുക്കൊന്ന് പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യംഗൂണിലൊരു ഫേമസ് ഗോൾഡൻ പഗോഡയുണ്ട്. അപ്പോൾ ആ പഗോഡ കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോയി. അത് രാത്രി കാണാൻ എസ്പെഷ്യലി ഭംഗിയാണ്. ഒന്ന് ഈ ലൈറ്റ്സൊക്കെ അടിക്കുമ്പോൾ നല്ല തിളങ്ങി നിൽക്കും. അപ്പോൾ ആ പഗോഡ കണ്ടു. ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അങ്കിൾ ഈ കപ്പലണ്ടിക്കാർ കൊട്ടുന്നൊരു സൗണ്ടില്ലേ, അത് കേട്ടിട്ട് പറഞ്ഞു അവിടെ കപ്പലണ്ടി ഉണ്ട്, വന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്കിൾ ലീഡ് ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് അത് കപ്പലണ്ടിയല്ല, അത് പുഴു ഫ്രൈ ആണെന്ന്. പുഴുവും വിട്ടിലും അങ്ങനത്തെ സാധനങ്ങൾ ലൈവായിട്ട് വറുത്ത് വെച്ചിരിക്കുക. അത് ഞങ്ങൾക്ക് വളരെ കൗതുകമായി തോന്നി. ബിക്കോസ് ഒരു ബുദ്ധഭിക്ഷുക്കളുടെ സ്നാക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. അതുപോലെ തന്നെ ഇതേ സെയിം കാര്യം ഞങ്ങൾ ഏതെങ്കിലും മോളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് കുക്കിയൊക്കെ സാമ്പിളായിട്ട് തരില്ലേ, അതുപോലെ ഇവിടുത്തെ മ്യാൻമാറിലെ മോളിൽ ഇങ്ങനെ ഓരോ ജീവികളെ വറുത്ത് വെച്ചിരിക്കും, ഓരോ പ്രാണികളിങ്ങനെ വറുത്ത് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പ്രാണീനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കതിനെ ബാഗ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെ വേറൊരു കാര്യം കണ്ടു. പിന്നെ യംഗൂണിൽ തന്നെ ഹിസ്റ്റോറിക്കലി നമ്മളുമായിട്ട് വേറൊരു ബന്ധവും കൂടിയുണ്ട്. നമ്മൾ യംഗൂണിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും നമ്മുടെ ഒടുവിലത്തെ മുഗൾ രാജാവായ ബഹാദൂർ ഷായുടെ ഖബറുണ്ട്. അതായത് ബഹാദൂർ ഷാ ഇന്ത്യയിൽ നിന്ന് എക്സൈൽ ചെയ്തു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മക്കളെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് പുള്ളിയും ഭാര്യയും എക്സൈൽ ചെയ്ത് യംഗൂണിലോട്ടും വിട്ടു. അതേ സമയത്ത് ഒരു ബർമീസ് രാജാവിനെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എക്സൈൽ ചെയ്ത് വിട്ടു. പക്ഷെ നമ്മുടെ ബഹാദൂർ ഷായിനെ മറക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിനെ തഴഞ്ഞു വെക്കുക തന്നെ ചെയ്തത്. ബിക്കോസ് ഒരു ചക്രവർത്തി എന്ന നിലയിൽ ജീവിച്ച ആ ഒരാൾക്ക് അവിടെ ഏറ്റവും വലിയ വേദനിച്ച് മരിക്കുന്ന ഇങ്ങനെ പറഞ്ഞിട്ടാണ്, എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു 2 അടി മണ്ണാണ്, അതുപോലും എനിക്ക് നിഷേധിക്കപ്പെട്ടു, എൻ്റെ നാട്ടിൽ പോയി എനിക്ക് മരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വിഷമിച്ചാണ് അദ്ദേഹം മരിച്ചത്. എന്നിട്ട് ഇവര് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഗ്രേവ് യാർഡ് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി അതങ്ങ് കവർ ചെയ്ത് ഒബ്സ്ക്യൂറായിട്ട് മറച്ചു വെച്ചു. പിന്നീട് ഫ്യൂച്ചറിൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ പണിക്ക് വേണ്ടി വരുമ്പോഴാണ് ഈ സ്ഥലം കണ്ടുപിടിക്കുക, ലൊക്കേറ്റ് ചെയ്യാൻ വന്നത്. അങ്ങനെ ബഹാദൂർ ഷായുടെ ടൂമ്പിൽ പോയി. അതിനുശേഷം ഞങ്ങൾ യംഗൂണിൽ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള 7 വില്ലേജുകളുണ്ട് ഈ മ്യാൻമാർ എന്ന് പറയുന്നത്. അവിടുത്തെ 7 വില്ലേജിൻ്റെ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റൂല, കാരണം അവിടെ ശരിക്കും പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. കാരണം നമ്മൾ അവിടുത്തെ ന്യൂസ് വെക്കുമ്പോൾ അവിടെ ഈ മിലിറ്ററി ആയിട്ടൊക്കെ ഉള്ള അറ്റാക്ക് നടക്കുന്ന കാരണം JCB വന്ന് റോഡ് മാന്തിയിടും. സോ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യൂല. ഈ യംഗൂൺ മാത്രം സേഫ് ആയിട്ടുള്ള
ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകാർക്ക് വരുവാണെങ്കിൽ യങ്കൂണിൽ മാത്രമേ വരാൻ പറ്റൂ. ഈവൻ നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പോലും ഇല്ല. എന്നാൽ പോലും നമ്മളെ ഞങ്ങളിങ്ങനെ നടക്കും പലയിടത്തൂടെ, ഞങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചില സമയത്ത് അൺനോൺ നമ്പറിൽ നിന്ന് ഫോൺ വരും. അപ്പോൾ നമ്മൾ ആ നമ്പറിൽ തിരിച്ചു വിളിച്ചു നോക്കും, പക്ഷെ അവർ ഫോൺ എടുക്കൂല, അല്ലെ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. അത് ഞങ്ങൾക്ക് മ്യാൻമാറിൽ നിന്ന് തിരിച്ചു വരേണ്ട സമയമായി. കാരണം ആ സ്ഥലത്തെ അവസ്ഥ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി നാൾ നിൽക്കാനുള്ള സാഹചര്യം ഇല്ല. സോ ഞങ്ങൾ തിരിച്ച് പിന്നെയും ബാങ്കോക്കിൽ വന്നു. ബാങ്കോക്കിൽ നിന്ന് കാർ എടുത്തു. ബാങ്കോക്കിൽ നിന്ന് ഇനി ഞങ്ങൾ പോകുന്നത് കംബോഡിയാണ്. ഇത് തായ്ലൻഡും കംബോഡിയയും തമ്മിൽ നല്ല ലെങ്ത്തിൽ കിടക്കുന്ന കുറേ ഏരിയ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എഗെയിൻ ഞങ്ങൾക്ക് ഏറ്റവും ആരും പോവാത്തൊരിടത്തു കൂടെ കംബോഡിയയിൽ എൻട്രി ചെയ്യണം എന്നുള്ള ആഗ്രഹം കാരണം ഞങ്ങൾ സൗത്തിൽ കൂടെ പോയി. അവിടെ ഒരു നാരോസ് പാർട്ട് ഓഫ് തായ്ലൻഡ് എന്ന് തന്നെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതൊരു ചെറിയ സ്ട്രിപ്പ് പോലെ തായ്ലൻഡ് ഇങ്ങനെ നേർത്ത് വന്നിട്ട് കംബോഡിയ തുടങ്ങുന്നതാണ്. അതാണ് കോക്കോങ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ കോക്കോങ് ബോർഡർ കൂടെയാണ് ഞങ്ങൾ കംബോഡിയയിൽ കയറുന്നത്. അപ്പോൾ അഗെയിൻ ഈ ബോർഡറിൽ കയറുമ്പോൾ ഇമിഗ്രേഷനെ കാണിക്കാൻ വേണ്ടി നമുക്കൊരു ഹോട്ടൽ റിസർവേഷൻ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹോട്ടൽ റിസർവേഷൻ ഓൺ ദ വേ കാറിലിരുന്ന് തന്നെ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ കൺഫർമേഷൻ്റെ കൂടെ പറയുകയാണ് 6 മണിക്ക് മുന്നേ വൈകുന്നേരം എത്തണം, 6 മണിക്ക് മുന്നേ ചെക്ക് ഇൻ ചെയ്യണം. അപ്പം നമ്മൾ വിചാരിച്ചു ഇതെന്താ ഇങ്ങനത്തെ ഒരു ഹോട്ടലാണ്, 6 മണിക്ക് മുന്നേ ചെക്ക് ഇൻ ചെയ്യാൻ അങ്ങനെ ഒരു കേട്ടുകേൾവിയില്ല. എന്നാലും ആയിക്കോട്ടെ, ഞങ്ങൾ ഏകദേശം 6 മണിക്കുള്ളിൽ തന്നെ അവിടെ എത്തി. കംബോഡിയ ചെന്നപ്പോൾ അവിടെ ലൊക്കേഷനൊന്നുമില്ല. ആ ബോർഡർ തൊട്ട് പിന്നെ ചെളി വഴിയാണ് ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടും ഡെവലപ്മെൻറ്റ് ഇല്ലാത്തൊരിടമാണ്. അവിടെ ഈ മണ്ണ് വഴിയിൽ ഞങ്ങൾ എങ്ങോട്ടും അറിഞ്ഞുകൂടാതെ പോവുക. അവിടെയും വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെയും വ്യത്യാസങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓടിച്ചു പോവുക. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഏകദേശം അവർ പറഞ്ഞു ഒരു പാലം എത്തുമ്പോൾ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പാലത്തിൻ്റെ മുകളിലല്ല, പാലത്തിൻ്റെ അടിയിൽ വരണം എന്ന് പറഞ്ഞു. പാലത്തിൻ്റെ അടിയിൽ വരുമ്പം റെഡ് ടീഷർട്ട് ഇട്ട ഒരു പൊക്കമുള്ള ആൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ നടന്നു വരുന്നുണ്ട്. ഞങ്ങൾ അയാളെ ഫോളോ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് അപ്പുറത്ത് വള്ളം കടന്നു വേണം പോകണം. പുള്ളി ഒരു ബോട്ട്മാനാണ്, കപ്പൽ വള്ളവും കൊണ്ട് വന്നിരിക്കുക. എങ്ങോട്ടെന്നറിയില്ല, ഞങ്ങൾ ഈ വണ്ടിയിൽ കയറി അങ്ങിരുന്നു. അപ്പോഴേക്കും രാത്രി ലൈറ്റൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇരുട്ടത്തി എങ്ങോട്ടാന്നറിയില്ല ഞങ്ങളങ്ങ് പോവുക. ഇരുട്ടത്തി വള്ളത്തിൽ കയറിയിരുന്ന് ഇങ്ങനെ പോവുക. പോയി ഒരു 10-20 മിനിറ്റോളം അതിൽ തന്നെ ഇരിക്കുക. ഒരു സ്ഥലത്തും ലൈറ്റില്ല, ഫുൾ ഇരുട്ടാണ്. ഞങ്ങൾ മാത്രം ഇങ്ങനെ ബോട്ടിൽ കൂടെ സൈലൻ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയപ്പോഴേക്കും പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെളിച്ചം കാണുന്നു. കുറേ വൈക്കോല്, ഒരു ചെറിയ പുല്ല് മേഞ്ഞ ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലം. അവിടെ മുഴുവൻ ഇൻഡിവിജ്വൽ ഹൗസസ്. അങ്ങനെ അവിടെ ചെന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയൻ്റെ അകത്താണ് ഈ സ്ഥലം. അത് കോവിഡിൻ്റെ സമയത്ത് അവർക്ക് ഇവർ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും കോവിഡ് വന്നുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി പോലും വന്നു. അത് കാരണം ഇവർക്ക് എല്ലാം 50% ഓഫിൽ ഇവർ നല്ല സ്ഥലമാണെങ്കിൽ പോലും കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്കത് കാണാൻ പറ്റിയത്. ആൻഡ് ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡ് നദി, ഒരു സൈഡ് റിവർ, അതിൻ്റെ ബാക്കിലൊരു വാട്ടർഫോൾ, ഒരു ഗംഭീര സ്ഥലം ആൻഡ് ഒരു ഭയങ്കര വൈൽഡ് ലൈഫ് റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ഇവിടുത്തെ റിസോർട്ടിൽ സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ അവിടെ കുറേ വാട്ടർഫോളും സ്വിമ്മിങ്ങും അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഫുൾ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞു. അവിടുത്തെ എക്സ്പീരിയൻസ് ആയി ഞങ്ങൾ നേരെ ക്യാപിറ്റൽ സൈഡിലോട്ട് പോയി, പ്നോം പെന്നിൽ പോയി. സോ ഞങ്ങൾ പ്നോം പെന്നിൽ നിന്ന് പോയത് മോക്പായ് ബോർഡർ വഴി വിയറ്റ്നാമിൽ പോകുമെന്ന് വിചാരിച്ചു.